സജി ചെറിയാന്റെ വിവാദപരമായ പ്രസ്താവനകളെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിൽ സജീവമാകുന്നതിനിടെ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. സജി ചെറിയാൻ ഇത്തരമൊരു പരാമർശം നടത്താൻ സാധ്യതയില്ലെന്ന പ്രതിരോധമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ സജി ചെറിയാൻ തന്നെ നേരിട്ട് ഒരു വിശദീകരണം നൽകുന്നതാണ് ഉചിതമെന്നും അതുവരെ അനാവശ്യമായ മുൻവിധികളിലേക്ക് പോകരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. സഹപ്രവർത്തകനായ ഒരു മന്ത്രിയെയും പാർട്ടി നേതാവിനെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും പ്രസ്താവനയിൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ ഗൗരവത്തോടെ കാണുന്നുവെന്ന സൂചനയും ശിവൻകുട്ടിയുടെ വാക്കുകളിലുണ്ട്. അതേസമയം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പ്രതികരണങ്ങളെക്കുറിച്ചും മന്ത്രി ശിവൻകുട്ടി തന്റെ നിലപാട് വിശദീകരിച്ചു. കേരളത്തിലെ സാമൂഹിക സാമുദായിക അന്തരീക്ഷത്തിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാകുന്ന ഒരു നിലപാടിനെയും CPIM പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. വർഗീയതയ്ക്കെതിരെയുള്ള പാർട്ടിയുടെ നിലപാട് വ്യക്തവും ഉറച്ചതുമാണ്. അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ താൽക്കാലിക ലാഭങ്ങൾക്കോ 4 വോട്ടുകൾക്കോ വേണ്ടി പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വരുത്താൻ CPIM തയ്യാറല്ല. അതൊരു പഞ്ചായത്ത് ഭരണത്തിനോ കോർപ്പറേഷൻ ഭരണത്തിനോ വേണ്ടിയാണെങ്കിൽ പോലും പാർട്ടി നയം മാറ്റില്ലെന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനകളായ SNDP, NSS എന്നിവയുടെ പ്രവർത്തനങ്ങളെയും അവയ്ക്ക് ലഭിക്കേണ്ട ബഹുമാനത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ മന്ത്രി സന്തുലിതമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. ഈ സംഘടനകൾ കേരളത്തിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും തള്ളിക്കളയാനാകില്ല. അത്തരം സാമൂഹിക മുന്നേറ്റങ്ങളെ ബഹുമാനിക്കേണ്ടതും അനിവാര്യമാണ്. എന്നാൽ സമുദായ നേതാക്കളെ വിമർശിക്കുമ്പോൾ അത് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുത് എന്നത് പ്രധാനമാണ്. അതേസമയം തന്നെ ഇത്തരം സംഘടനകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ കൂട്ടുപിടിക്കുകയും മറുവശത്ത് RSSന്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത്തരം ഇരട്ടത്താപ്പുകൾക്കെതിരെയുള്ള വിമർശനം തുടരുമെന്നും വർഗീയമായ ചേരിതിരിവുകൾക്ക് കേരള മണ്ണിൽ CPIM വളം വെച്ചുകൊടുക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. സജി ചെറിയാന്റെ പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയിലാണോ അതോ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണകക്ഷിയിലെ ഒരു പ്രമുഖ മന്ത്രിയിൽ നിന്നുണ്ടാകുന്ന ഓരോ വാക്കുകളും സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വി ശിവൻകുട്ടിയുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. മതനിരപേക്ഷതയുടെയും സാമൂഹിക ഐക്യത്തിന്റെയും കാവൽക്കാരായി സ്വയം പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷത്തിന് സമുദായ നേതാക്കൾക്കെതിരായ പരാമർശങ്ങൾ രാഷ്ട്രീയമായി ക്ഷീണമുണ്ടാക്കുമെന്ന് പാർട്ടി നേതൃത്വം ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ വളരെ കരുതലോടെയുള്ള പ്രതികരണങ്ങൾ നേതാക്കൾ നടത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ശത്രുതകൾ ഒരു വിവാദം മുതലെടുക്കാൻ ശ്രമിക്കുമെന്ന തിരിച്ചറിവും സർക്കാരിനിടയിലുണ്ട്. വിവാദങ്ങൾക്കും പ്രസ്താവനകൾക്കും അപ്പുറം കേരളത്തിന്റെ വികസനത്തിനും മതസൗഹാർദ്ദത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി അവകാശപ്പെടുന്നു. സമുദായ സംഘടനകൾക്ക് അർഹമായ ബഹുമാനം നൽകുന്നതിനോടൊപ്പം തന്നെ അവർ വർഗീയതയുമായി സന്ധി ചെയ്യുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നും കൂട്ടിച്ചേർത്തു. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സജി ചെറിയാന്റെ വിശദീകരണം വരുന്നതോടെ ഈ വിവാദങ്ങൾക്ക് അറുതിയാകുമെന്നും പാർട്ടിയുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടുമെന്നുമാണ് ശിവൻകുട്ടി പ്രത്യാശിക്കുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഏറിവരുന്ന കാലഘട്ടത്തിൽ ഇത്തരം വിവാദങ്ങൾ ഭരണ നേട്ടങ്ങളെ മറച്ചു പിടിക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയവും മന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമാണ്. വരും ദിവസങ്ങളിൽ സജി ചെറിയാൻ നൽകുന്ന വിശദീകരണവും അതിനോടുള്ള പ്രതിപക്ഷത്തിന്റെയും സമുദായ സംഘടനകളുടെയും പ്രതികരണവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.